ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. മേക്ക് ഏത് കളറ് ഇത് ഇട്ടില്ലായിരുന്നു അമ്മ? ഇത് ഞാൻ ഓണത്തിന് മുമ്പ് മേടിച്ചു തന്നല്ലേ? അച്ഛന് ഓണത്തിന് ഞാൻ മേടിച്ചു കൊടുത്ത ഡ്രസ്സ് കേട്ടോ. ഇത് ഇപ്പോഴാണ് ഇടുന്നത്. സൺസ്ക്രീൻ ഇടുക. ഇട്ടോ സ്കിൻ കെയറിങ്. ഓക്കെ. മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടാ? അതൊന്നുമില്ല. എന്തിനൊക്കെയാണ് സാധാരണ ചെയ്യുന്നത്? പിന്നെ ഇതെന്തിനാ തന്നെ? ഓക്കെ, സനു ഉണ്ട്. ഹായ്. ഇത് എല്ലാവരും ഞാനല്ലേ സ്പോൺസർ? എനിക്ക് വയ്യ. സ്ക്രാച്ച് പാന്റ്. അപ്പൊ നമ്മൾ പോവാന്നേ. പോത്തെ ഹാപ്പി കുത്ത പോയിട്ട് പോത്തെ. പോന്നാ നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെ ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു അല്ലേ? ആര് പറഞ്ഞു ഇന്നലെ മഴയല്ലായിരുന്നു? ഹായ്. ചുക്കുട് രാവിലെ വന്ന് അങ്ങ് മീശയൊക്കെ അങ്ങ് മേടിച്ചേട്ടോ. ചുക്കുട് കൊള്ളാം, സത്യത്തിൽ കൊള്ളാം. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഹേ ഗൈസ്, ഇപ്പൊ നമ്മള് കൊറേ ദിവസമായി ഇല്ലേ നമ്മൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിട്ട്. അത് മാത്രമല്ല മഴയായിരുന്നു, നല്ല മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് നല്ല വെയിലാണ്. അപ്പം എങ്ങോട്ടെങ്കിലും ഒന്ന് പോവാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ മഴയത്തല്ലേ പൊന്മുടി പോയിട്ട് ഒരു രസമുള്ള വൈബ്. ചിലപ്പോ നമ്മൾ ഇവിടുത്തെ ഇതായിരിക്കത്തില്ല അവിടെ ചിലപ്പോ മഴ പെയ്തിട്ട് കോട വരും. അങ്ങനെ പ്രതീക്ഷിക്കുന്നതല്ല, അങ്ങനെ സംഭവിക്കും. അച്ഛൻ പോയിട്ടുണ്ടോ പൊന്മുടി? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല. എന്താ പോവാത്ത? അച്ഛനെ കാണിക്കാൻ പോവാ പൊന്മുടി. അല്ല, അച്ഛൻ എന്താ ഇത്ര നാളായിട്ട് പോവാൻ? അടുത്തുള്ള ഒരു സ്ഥലമല്ലേ? അങ്ങനെയൊന്നും സമയം കിട്ടിയില്ല. അങ്ങനെ പോണോന്ന് സമയം കിട്ടിയില്ല. ഞാൻ തിരക്കായിരുന്നു. ഇവിടെ പാലട അടപ്രഥമനൊക്കെ ബോഡി എഴുതി വെച്ചിരുന്നു. ചായക്കകത്ത് പഞ്ചാര വേണ്ട, കട്ടന്റെ അകത്ത് പഞ്ചാര വേണ്ട. പക്ഷെ പെപ്സി, കോള, 7up, സ്പ്രൈറ്റ് ഇതെല്ലാം കുടിക്കും. കട്ടൻ ചായക്കകത്ത് കൽക്കണ്ട കൊടുക്കും. പക്ഷെ അച്ഛൻ ഷുഗർ കട്ടാ. അങ്ങനെ വിത്തൗട്ട് ചായയാണ് കുടിക്കുന്ന. പക്ഷെ കട്ടനൊക്കെ ഇടുമ്പോഴത്തേനും നമ്മള് കൽക്കണ്ട ഇടും. പിന്നെ സ്പ്രൈറ്റ്, കൊക്കക്കോലയൊക്കെ കുടിക്കും. അച്ഛന്റെ നമ്പർ മെനങ്ങാൻ തോന്നുന്നു ലീക്കായി കേട്ടോ. ചെറുതായിട്ട് ഞാൻ വണ്ടീന്റെ വീഡിയോ കാണിച്ചില്ലേ, അതിനകത്ത് ഡോറിന്റെ സൈഡിൽ അച്ഛൻ്റെ ഈ വണ്ടിക്കകത്ത് നമ്പറൊക്കെ അടിച്ചു വെക്കുകയാണെന്ന് വെച്ചാ ഓട്ടം വിളിക്കണ്ടേ? ഇപ്പൊ വിളിക്കുന്നുണ്ടല്ലോ എല്ലാരും. ഒരു രാത്രി ഒരു 12 മണി വരെ ഒരു 100-150 കോള്. അപ്പൊ എന്തിനാ കൊച്ചുങ്ങളാ അല്ല അച്ഛൻ എന്തിനാ? ഞാൻ അമ്മയുടെ നമ്പർ തരാന്ന്. അങ്ങനെ അച്ഛൻ എന്തിനാന്നറിയാവോ? അമ്മയുടെ നമ്പർ കൊടുക്കും. അത് അല്ലാതെ വിളിക്കുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഈ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്താണ് വിളിക്കുന്നത് കൂടുതലല്ലേ? വിളിക്കുമ്പോ നമ്മൾ എല്ലായിടത്തും സംസാരിക്കും. എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് അങ്ങനെ. അമ്മക്ക് ലോട്ട് ഓഫ് ഫ്രണ്ട്സും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലീക്ക് ആക്കും ഇങ്ങനെ. ഞാൻ ഇനി ബാക്കി വന്നു കേട്ടോ. അച്ഛന് ഫ്രണ്ട് കുറച്ച് വിരിഞ്ഞിരിക്കുന്ന, നെഞ്ചും വിരിച്ചിരിക്കുന്നതിൽ ഇഷ്ടം കൂടുതൽ സാധാ രീതി ഇരുന്നാൽ മതി. നമ്മള് പൊന്മുടി ഹെയർ പിന്ന് കയറുക കേട്ടോ. പൈസ കൊടുക്കണം. പൈസ ചേച്ചേ. ഓക്കെ. അത് ഫ്രണ്ട് ഇരിക്കുന്ന ആള് വേണം പോവാൻ. ടിക്കറ്റ് 5 പേർക്ക് 240 രൂപയാണ് കേട്ടോ. വിത്ത് പാർക്കിങ്, കാറിനും കൂടെ ഉള്ള ചാർജാണ്. സാഹിബ് നമ്മള് കേറി ഒത്തിരി കേറി വന്ന കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര കോടയാ. കോട ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് കണ്ടോ. ആരെ കാണാൻ പറ്റുന്നില്ല. ഈ വരുന്ന വണ്ടികളൊക്കെ ആ 4 അത് ഇട്, മറ്റേ ലൈറ്റ് സൈറനൊക്കെ ഇട്ട്. സൈറൻ ഇട്ടേക്കൊന്നോ മഞ്ഞ ലൈറ്റ് ഇടുക. പെതുക്കെ പോണം കേട്ടോ. അത് ആരും കാണുന്നില്ല. ഭയങ്കര കോട ഇവിടെ. എന്തോ അത് എന്തോ കൂളിങ്ങാന്നറിയാമോ? അത് തണുക്കുന്ന കീടുന്ന. നമ്മ ജാക്കറ്റ് ഒക്കെ എടുത്തില്ലേ? ജാക്കറ്റ് കൊടുത്തില്ലല്ലോ. എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് അറിയത്തില്ല. ആൾക്കാരെ കണ്ട കോട കണ്ടിട്ട് ഇങ്ങനെ ആഹ്ലാദ പുളകിതരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കും ഇവിടെ. കൊള്ളാം. ഭയങ്കര പിടിച്ച് വണ്ടർ വ്യൂ ആട്ടോ. കോട കാരണം ശരിക്കും എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നല്ലൊരു വണ്ടർ വ്യൂ ആണ് കേട്ടോ. ഭയങ്കര കുന്നച്ചത് മൗണ്ടൈൻ. അയ്യോ. ഹേ ഗൈസ്, അപ്പം നമ്മൾ ഹെയർ പിന്നൊക്കെ കയറി പൊന്മുടീൻ്റെ ടോപ്പ് വ്യൂവിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് അച്ഛനോട് ചോദിക്കാം എങ്ങനെയുണ്ട് ആ ഒരു വ്യൂ എന്ന്. താങ്കൾ ആദ്യമായിട്ടല്ലേ ഈ ഒരു പൊന്മുടി? ആദ്യമാണ്. എങ്ങനെയുണ്ട് ആ ഒരു? അടിപൊളിയാ. നല്ല ആ ഹെയർ പിൻ. നമ്മൾ അടുത്ത് ഇത്രയും നല്ല സ്ഥലമുണ്ടെന്നുള്ളത് എനിക്കിപ്പോഴാണ് അറിയാം. പൊന്മുടി വന്നിട്ടില്ല. എൻജോയ് ചെയ്തോ ഇങ്ങോട്ട്? പിന്നെ അടിപൊളിയല്ലേ? അടിപൊളിയായിരുന്നു. പിന്നെ മഞ്ഞൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കണ്ടില്ല. അത് പിന്നീട് വരും. പക്ഷേ നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയത് അതുകൊണ്ട് ആ സൈഡിലായിരുന്നു കേട്ടോ. സൂം ചെയ്ത് കാണിക്കൂ. മറ്റേ ആൾക്കാരെ കയറിയിരിക്കുന്ന സംഭവം. ടവർ അവിടെയാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത്. അവിടെ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഇപ്രാവശ്യം നമുക്ക് ആ സൈഡിലോട്ട് പോവാം. അളിയാ വണ്ടി പോകളിയേ.
നൈസ് ലുക്ക് അല്ലേ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു സാധനം. ഒന്ന് അടുത്തോട്ട് വന്നേ. ഇത് പത്മിനി അല്ലേ, ഫിയറ്റ്. നൈസ് ലുക്ക്. ചെറിയ വണ്ടിയാണ്, അലോയ് നോക്ക്. ഹാൻഡ് ഗിയർ ആട്ടോ ഈ വണ്ടി, കൊള്ളാം. എൻ്റെ കണ്ണാടീൻ്റെ കളറ് മാറി, ഇത് നോക്ക്, കറുപ്പായി. നമുക്കിനി ഏതെങ്കിലും ഒരു കുന്നിൻ്റെ മണ്ടയിൽ പോയിരുന്നിട്ട് കഴിക്കാൻ കേട്ടോ. നടന്ന് കുറേ വന്ന് കേട്ടോ, മടുത്ത് ഞാൻ. വിശക്കുന്നടേ, നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് തിന്നാം. ഇനിയിപ്പോൾ വ്യൂ ഒന്നും നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല, നടന്ന് വാങ്ങോട്ടെ. ഫുഡ് കഴിക്കാനോട്ട് പോകട്ടോ. എൻ്റെ ബാക്കിലത്തെ വ്യൂ നോക്ക്. പൊതിയിലല്ല കേട്ടോ, ഈ പ്ലേറ്റിലാണ് കൊണ്ടുവന്നത്. ഇത് നമ്മൾ ഏതാണ്ട് ഒരു മണിക്ക് മേടിച്ച ബിരിയാണിയാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 5 മണിയായി. സംഭവമൊക്കെ നല്ല തണുത്ത് പോയി കേട്ടോ. ലെഗ് പീസ് തന്നെ കിട്ടണേ. ലെഗ് പീസ് ഇല്ല, മുതു. ഓക്കെ, നല്ല ടേസ്റ്റ്. പപ്പടം പൊടിച്ചു കൊടുക്കപ്പെടും. കുറച്ച് കോടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. വരും, കോട വരും. വരുമോ? മുട്ട ബിരിയാണി എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളി. ബിരിയാണി കൊള്ളാം കേട്ടോ. അതെയോ? തണുപ്പത്തൊക്കെ ഒന്ന് ചിക്കൻ കാരൊക്കെ എടുത്ത് കടിച്ചു കൊടുക്കാൻ എന്ത് രസമെന്ന് വൈബ് വേറെ. How was ബിരിയാണി? സൂപ്പർ ബിരിയാണി. Nice taste. സൂപ്പർ ടേസ്റ്റ്. Super taste. തണുപ്പ് അടിപൊളി, സൂപ്പർ. രക്ഷയില്ല. പക്ഷേ കോട വരുവാണെങ്കിൽ ഇതിന്ന് ഭയങ്കര കോട വേണ്ട, സത്യം പറഞ്ഞാൽ നല്ല തണുപ്പും കാറ്റും ഇഷ്ടപ്പെട്ടാ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. നമ്മുടെ അടുത്ത് ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാട്ടോ അങ്ങറ്റുന്നുണ്ടോ കോട വരുന്നുണ്ടോ? അവിടെ നിന്ന് വരുന്ന പറന്ന് വരുന്നുണ്ടോ? അല്ല അവിടെ കോട ഇനി അതുപോലെ ഇനി വരും. ഇവിടെ എല്ലാം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക്. പക്ഷേ നമ്മൾ കാറി കയറി വന്ന സമയത്തെ ചെറുതായിട്ട് താഴെ ഇവിടെ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് സൂപ്പർ. അവരൊന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അതുകൊണ്ട് കഴിക്കുന്നേ ഉള്ളൂ. എനിക്കിത് ഈ മലയുടെ അപ്പുറം ഇത് കർണാടകയാണോ? കർണാടക എവിടെ കിടക്കുന്നത്? കർണാടക, തമിഴ്നാട് അപ്പുറം കർണാടക. അത് തമിഴ്നാട് പിന്നെ കഴിയണ്ടേ, ഇത് തമിഴ്നാട് എടുത്തായിരിക്കും. ഇല്ല, ആ വലിയ കുന്ന്, അത് വലിയ കുന്നല്ലേ ആണ്. അങ്ങോട്ട് കുന്നില്ലേ, ആ കുന്ന് അത് കർണാടക. ഈ ഈങ്കല കുത്തല്, പേസ്റ്റ് ഒന്നും നമ്മൾ ഇവിടെ ആക്കിയിട്ടില്ല കേട്ടോ, എല്ലാം എടുത്തിട്ടുണ്ട്. അത് കൈ അങ്ങോട്ട് പൊങ്ങുന്നില്ല. എക്കോ ഉണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതൊക്കില്ല. എന്റെ 4 വിരല് വെച്ച് എങ്ങനെ അടിക്കുന്നത് കാണിച്ചു കുട്ടികളെ. കണ്ടുപിടിച്ചോ? വിരൽ 4, അണ്ണാക്ക് പൊക്കി അകത്തേക്ക്. ഒന്നൂടെ മാറിയില്ല, തുപ്പല് ഇറങ്ങി. ഒത്തില്ലളിയാ. അടുത്ത അമ്മ അടിക്കും. അടിയമ്മ രണ്ടും കൂടെ മടക്കണം. അളിയ ഇവിടെ പാറയില് പേരെഴുതി അമ്മയുടെ ബിന്ദു 2025 ഇവിടെ വന്നായിരുന്നു. എന്തെങ്കിലും വലിയ സംഭവമായാലും അമ്മ ഇരിക്കട്ടെ. എഴുത് എഴുതാ. ആ കല്ലിഞ്ഞെടു. എച്ച് മാറ്റിയല്ലേ? ആധാർ കാർഡ് പേര് തിരുത്തി കേട്ടോ, അതാണ് ഇപ്പം ഇങ്ങനെ ആക്കിയത്. എച്ച് ഉണ്ടായിരുന്നു, അത് മാറ്റി. ഇപ്പൊ DU മാത്രം. ബിന്ദു 2025. ഞാൻ മരിച്ചാൽ എന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠയായിട്ട് ഇതിന്റെ മണ്ട ഒരു വിഗ്രഹം പണിഞ്ഞിട്ട് കൊണ്ടുവയ്ക്കാം. ഇനി ഇത് എന്റെ പാറയാണ്, ഇവിടെ വിഗ്രഹം പണിഞ്ഞ് എന്നെ ഇവിടെ ഇങ്ങനെ ഇരുത്തണം. ഈ ചന്ദനത്തടിയൊക്കെ കണ്ട് എന്റെ ഇവിടെ ഇരിക്കണം, ഇവിടെ സമാധി ആവണമെന്നാണ് ആഗ്രഹം. എന്റെ ഭർത്താവ് പറഞ്ഞ അവിടെ ചന്ദനത്തടി, അവിടെ സമാധിക്കുള്ള പരിപാടി തുടങ്ങി കഴിഞ്ഞ പോച്ച.
അച്ഛാ ആ വലിയ കല്ലൊരെണ്ണം പിടി എടുത്ത് തലയിലോട്ട് വെച്ചിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, തപസിരിക്കാം അമ്മ, തപസിരിക്കാം കേട്ടോ. നമുക്ക് പോവാം. അച്ഛനാണ് ഇവിടെ ഏറ്റവും തിരക്ക്. കണ്ടില്ലേ, 24 മണിക്കൂർ ഇപ്പൊ കോള. ഇതിന്റെ താഴെ ഒരു അരുവി ഉണ്ട് കേട്ടോ, ആ ഭാഗത്തായിട്ട്. പക്ഷെ താഴെ പോയാ അവിടെ മൊത്തം കൊളയട്ട കടിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. എന്നെ അന്ന് കടിച്ച കൊളയട്ട അടയാളം ഇപ്പോഴും പോയിട്ടില്ല. ചൊറിച്ചില്ല. നമുക്ക് എന്നാ പിന്നെ ഇറങ്ങിയാലോ അച്ഛാ? ആ സിൽവറിന്റെ സ്പീഡ് തന്നെ അങ്ങനത്തെ ഉള്ള ഒരു സ്പീഡാണ്. ആ സിൽവറിന്റെ വരവ് തന്നെ ഒരു 1.5 വരവാണ്. അത് ഏതാ ലുക്കല്ലേ അച്ഛാ, നോക്കിയേ. സീരിയസ്ലി ബെസ്റ്റ് ഓഫ് പൊന്മുടി. നോക്ക് ആ ലൈറ്റ് അടിക്കും, നോക്ക്. പക്ഷേ ആ ലൈറ്റ് അങ്ങ് താഴോട്ടൊക്കെ അടിക്കുന്നുണ്ടോ? ഓക്കെ, അടിപൊളി അടിപൊളി. നമ്മുടെ ഹാപ്പിന്റെ പോലത്തെ ഒരാളിനെ കണ്ട കേട്ടോ. എന്തിനാ പക്ഷെ ഇവന്റെ മൂക്ക് കുറച്ചും കൂടെ അകത്തോട്ടാ, ഇച്ചിരി അകത്തോട്ടാ. നക്കുക ഭയങ്കര രസം കേട്ടോ. എന്തായിരുന്നു പേരെന്തായിരുന്നു? ലൂമോ. പോട്ടാ ലൂമോ, പോട്ടാ എന്തരമ്മ? മല്ലിയല്ലേ? പണ്ട് നമ്മളോട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സൂപ്പർ. ഇതിന്റെ അകത്തൊക്കെ ഇടാനേ രസത്തിലൊക്കെ ഇടാൻ സൂപ്പറാണ്. നമ്മുടെ വീട്ടിൽ ശരിക്കും ഉണ്ടായിരുന്നു ഈ സൈസ് അല്ല, പക്ഷെ ഇതെല്ലാം പോയി. പക്ഷെ നമ്മള് കടയിൽ നിന്ന് മേടിക്കുന്ന അതല്ലേ? അതല്ല, ഇത് നല്ല മണമാടാ. സെയിം മണം തന്നെ കേട്ടോ. സെയിം ആണോ? കാര്യം ചിലപ്പോ നമ്മള് ബിരിയാണി ഒക്കെ കഴിക്കാൻ ചിലപ്പോ ഇതില്ലെങ്കിൽ ഓടിച്ച് ഇതിന്നായിരുന്നു നേരെ എടുത്തോണ്ട് വരുന്നത്. ഇപ്പൊ ഇല്ല. ഇത് പറയണം, നമുക്ക് മേടിക്കാം, കൊണ്ട് നട്ടു വെക്കാം. എന്നിട്ട് അച്ഛാ നമ്മള് സുമതിയോള വഴിയെ പോന്ന. അന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. ഇതിലേക്ക് പറഞ്ഞിട്ടേ ഇല്ല. വണ്ടി അവിടെ നിർത്തും, അച്ഛൻ സുമതിയോള പോവും, ഡാൻസ് കളിക്കും. അച്ഛൻ നമുക്ക് ഇപ്പൊ ഇറങ്ങാന്ന്. അതിന് മാമ പറഞ്ഞ രാത്രിയിലെ ഇറങ്ങിയിട്ട് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടോ. ഭയങ്കര ഡേഞ്ചറസ് സ്ഥലങ്ങളാണ്. വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എത്തിയച്ചാ നമ്മള്. സുമതി മരിച്ച വളവാതാ. സുമതി, എന്റെ അച്ഛനെ എന്നാ പിടിച്ചോ. വേണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിനക്ക് വേണ്ടിയാ കൊണ്ടുവന്നത്. കമോൺ, എടുത്തോളൂ. എന്റെ അച്ഛന്റെ ദേഹത്തെ ആവാഹിക്കൂ. എന്റെ അച്ഛന്റെ ദേഹത്ത് ആവാഹിക്കൂ. സുമതി വാ, ആവാഹിക്ക്. വന്ന് ആവാഹിക്ക് സുമതി. വേണ്ടേ അച്ഛൻ കൊണ്ടുപോ. സുമതി കൊണ്ടുപോ. പ്ലീസ് അച്ഛാ, വേണ്ട, താഴെ വരെ പോണം. ഇവിടുന്ന് നടന്ന് ആ കുഴി ഇറങ്ങി പോയി എന്ന് പറയണം. സൗണ്ട് ഒക്കെ മാറുന്നു, ബബ്ബൊക്കെ വരുന്നു. ബാ കേറ്, പേടിച്ച് തൂറണ്ട. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. ഇവിടെ ഒരു വളവാണ് കേട്ടോ, ഇപ്പൊ വണ്ടിയൊക്കെ വന്നോണ്ടിരിക്കണം. ഇവിടെ ഇട്ടേക്കുന്ന സേഫ് എല്ലാരും കൊണ്ടുവച്ച് കയറ്റും. അയ്യോ, കൊച്ചുമോള് വൈകുന്നേരം ആയപ്പോ തൊട്ട് പറയാ എനിക്ക് വീട്ടിൽ പോണേ. അമ്മാമ്മയെ കാണണോ? അപ്പൊ അനുവിനെ കൊണ്ടാക്കി. നീ ഡ്രസ്സ് മാറിയ? കണ്ട അമ്മാമ്മ എന്ത് ചിക്കൻ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി. നമ്മള് വന്നോണ്ടാണോ? അല്ലാതെ വെച്ചതല്ലേ? ഓ, ഇന്ന് നീ ഇല്ലാത്തോണ്ട് ഇന്ന് കോഴിയൊക്കെ അടിച്ചുകൂടെ കറി വെച്ച് തിന്നു. കണ്ടോ എടി, നീ വരത്തില്ലെന്ന് വിചാരിച്ച്. എടി നിന്റെ അടുത്ത് അത്ര സ്നേഹമില്ലടി. നീ കാണിക്കുന്ന സ്നേഹം അത്രയ്ക്ക് കൊണ്ടില്ല. കണ്ടോ? ഓ, അച്ചാച്ചിന് വേണ്ടിട്ട് ഇന്ന് അമ്മാമ്മ കൂട്ടാനായിട്ടാ വെച്ചത്. ഇത് അന്ന് വെച്ചാണ് കാണാം അമ്മാമ്മ. തേങ്ങ വറുത്തരച്ച കേട്ടോ, നല്ല വേണ്ട വറുത്തരച്ച അടിപൊളി കറി ആട്ടെ അത്. അവിടെ ഞാൻ പിന്നെ എങ്ങൊന്നും കഴിച്ചില്ല. നേരെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കാണുമെന്ന് വിചാരിച്ചു. ഞങ്ങള് റോട്ട് ചെന്നപ്പോഴേ മണം വന്നായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞ അപ്പുറത്തെ താഴത്തെ വീട്ടിലായിരിക്കും. ആ കറി ടേസ്റ്റ് ചെയ്തു. ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകും. ഇത് നാടൻ കോഴിയല്ലേ? ഇവിടുത്തെ അല്ലേ?
ഇറങ്ങിയിട്ട് കട്ടിയുണ്ട് പക്ഷെ കുറെ ഇട്ടോ. കുടുംബശ്രീക്കൊക്കെ പോയത്. അല്ല മോനെ വിറവടപ്പ് വെച്ച് നല്ല വേവിച്ച് പച്ചമുളകൊക്കെ അരച്ച്. ആ ഫോട്ടോ ഒക്കെ അയച്ചു ചേട്ടൻ തരത്തില്ല. എടി ഞാൻ അയച്ചു തരത്തില്ല എനിക്ക് ഫോട്ടോ. എടുക്കും. എനിക്ക് കിട്ടത്തില്ല. അപ്പൊ ഫോട്ടോ ഞാൻ മറന്നു ഫോട്ടോ എടുത്ത്. ഫോട്ടാ ഓക്കെ. ടാറ്റ. പോയി കിടന്ന് ഉറങ്ങി. നമ്മള് ചോറൊക്കെ കഴിച്ചേട്ടാ. പോട്ടാ. ടാറ്റ. ഓക്കെ. ദൈവമേ, ഞാനിപ്പോ ഇത്രയും കുനിയണോ? എന്റെ ചെരുപ്പിന്റെ കൂടെ പൊക്കമായിരിക്കും. ഓക്കെ ബൈ. ടാറ്റ. സെൽഫി എടുത്തേക്ക് അയച്ചു തരാം. ഓ അയച്ചു തരാം. എന്റെ പൊന്നെ, നേരത്തെ എടുത്തത് അയച്ചു തരാം. ഇതൊക്കെ ചേട്ടൻ എടുത്തിട്ട് ഇതൊക്കെ ഓർത്ത് വെച്ചേക്കണ. എനിക്കന്ന് ഓർമ്മ പോലും ഇല്ല. എങ്ങനെ ഉണ്ടായിരുന്ന പൊന്മുടി? അടിപൊളി. അടിപൊളി യാത്ര. സൂപ്പർ അല്ലായിരുന്നോ? സൂപ്പറായിരുന്നു. ഓ ഇന്ന് ഹാപ്പിന്റെ പോലത്തെ ഒരു ഹാപ്പിനെ കണ്ടായിരുന്നു നമ്മള്. എനിക്ക് ഭയങ്കര ക്ഷീണം. എനിക്ക് തലവേദന എടുക്കണം. നമ്മള് ഫുഡ് കഴിച്ചത് ലേറ്റ് ആയല്ലോ. എനിക്ക് ലേറ്റ് ആയിട്ട് ഫുഡ് കഴിച്ചാൽ തലവേദന എടുക്കും. നമുക്ക് ദൂരെയുള്ള ഇതൊന്നും കാണത്തില്ല. പക്ഷെ എല്ലാം കാണാറുണ്ട്. ഇപ്പൊ അത്രേ ഉള്ളൂ. ഇനി നേരെ പോയി കിടന്ന് ഉറങ്ങട്ടെ. നല്ല ടയർഡ് ആയിട്ടോ. എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി എവിടെയെങ്കിലും പോണ്ടേ നമുക്ക്? നമുക്ക് വയനാട് കൊണ്ടേച്ചാ. വയനാട് പോണാ. അച്ഛന്റെ വണ്ടി പണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് വയനാട് ട്രിപ്പ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മുമ്പേ പോയാനായിരുന്നു. ഇനി അത് പോകണം. പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.